ശിഥിലമാകുന്ന LDF 1957 EMS മന്ത്രിസഭ മുതൽ 2026 എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? CPI-യിലും CPM-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊതുവെയും സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം CPIM ആണല്ലോ ഈ ഇത്രയും പാർട്ടികളുടെ നേതൃസ്ഥാനം വഹിക്കുന്നത്. 11 പാർട്ടികൾ ചേർന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിലെ ഏറ്റവും വലിയ പാർട്ടി, ഏറ്റവും ജനസ്വാധീനമുള്ള പാർട്ടി, ഏറ്റവും സാമ്പത്തിക അടിത്തറയുള്ള പാർട്ടി എന്ന നിലയിൽ CPM തന്നെയാണ് LDF-ന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, നേതൃനിരയിൽ നിൽക്കുന്ന പാർട്ടി എന്ന് നമുക്ക് പറയാം. ആ പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്തെല്ലാമാണ് ആ പ്രതിസന്ധികൾ? ആ പ്രതിസന്ധിയിലെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ്. കാരണം ആഗോളതലത്തിൽ മാർക്സിസം എന്ന് പറയുന്ന ആശയം തന്നെ വലിയ തോതിലെ വെല്ലുവിളി നേരിടുകയാണ്. കാറൽ മാർക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളല്ല നിലവിൽ ഉള്ളത്. ഇപ്പോൾ AI സാങ്കേതിക വിദ്യ അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നവലോകക്രമം പിറന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പഴയ തൊഴിലാളി മുതലാളി സംഘർഷം എന്ന് പറയുന്ന ആ ഒരു തിയറിക്ക് യാതൊരു തരത്തിലെ സാധ്യതയും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഈ പറയുന്ന മാർസിയൻ ഐഡിയോളജിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയും ഈ പറയുന്ന വർത്തമാന കാലത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാനാകും. കാരണം അങ്ങനെയെങ്കിൽ ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ ഇന്ത്യയിൽ ശക്തമായിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നേ ഇന്ത്യയിൽ വ്യാപിച്ച് ഇന്ത്യയുടെ അധികാരം പിടിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. പക്ഷെ അത്തരം സാധ്യതകളെയൊക്കെ ഇല്ലാതാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ള സ്ഥലത്ത് അത് ദ്രവിച്ചു പോകുന്ന, ശിഥിലീകരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 34 വർഷത്തോളം തുടർച്ചയായി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അവിടെ പൂർണ്ണമായും ശിഥിലമായി കഴിഞ്ഞു. CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞു. ത്രിപുരയിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അവിടെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അവിടെ പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. സമാനമായ നിലയിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. CPM അടക്കമുള്ള പാർട്ടികൾ തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ള ഒരു ഉത്കണ്ഠയാണ് ഇവിടെ CPM-നെ സ്നേഹിക്കുന്നവർ, ഇടതുമുന്നണിക്ക് ഒപ്പം സഞ്ചരിക്കുന്നവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഉത്കണ്ഠ. പ്രത്യയശാസ്ത്രപരമായി കേരളം പോലുള്ള ഒരു സ്ഥലത്ത് CPM-ന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഇവിടെ തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ AI കാലത്ത് എങ്ങനെയാണ് നടപ്പിലാക്കുക? അങ്ങനെ ഒരു വർഗ സംഘർഷം കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് CPM-നെ പ്രത്യയശാസ്ത്രപരമായി CPM നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. ആശയപരമായി CPM ഇവിടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ പാപ്പരായി കഴിഞ്ഞു. ആശയപരമായി അവർക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയുന്നില്ല. തൊഴിലാളി മുതലാളി സംഘർഷമാണ് വർഗ സമരത്തിലൂടെ സംഘർഷമുണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും തൊഴിലാളി വർഗം ആധിപത്യം ഉറപ്പിക്കുകയും അങ്ങനെ സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിക്കാൻ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ CPIM-ന് പുതിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഉള്ള തലമുറ തന്നെ അവിടെ നിന്ന് CPM-ൽ നിന്ന് വിട്ടുമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM നേതാക്കളുടെ മക്കളുടെ അവസ്ഥ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവരെല്ലാം തന്നെ ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള അമേരിക്കയിൽ തന്നെയാണ്. CPM നേതാക്കൾ പിണറായി വിജയൻ അടക്കമുള്ളവർ ചികിത്സയ്ക്ക് പോകുന്നതും അമേരിക്കയിലെയാണ്. അല്ലാതെ ക്യൂബയോ വിയറ്റ്നാമിനെയോ ഇവർ ആശ്രയിക്കുന്നില്ല. ചൈനയെ പോലും ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഒരു ചെറിയ മൂക്കിപ്പനി വന്നാൽ പോലും അവർ പോകുന്നത് ഈ സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള അമേരിക്കയിലാണ്. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ നേരിടുന്നത്, ഇന്ത്യയിൽ നേരിടുന്നത്. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രതിസന്ധി മൂലം ഇന്ത്യയിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ഈ പാർട്ടികൾക്ക് ഏതാണ്ട് 10-30 വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആശയപരമായി ഇന്ത്യയിൽ
ശിഥിലീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടായിരിക്കുന്നു. പുതിയ തലമുറയെ ആകർഷിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടല്ല മാർക്സിസം എന്ന് പുതിയ തലമുറയും ഇപ്പോഴത്തെ നേതൃനിരയും തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആശയപരമായി ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇടത് മുന്നണിയുടെ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 11 പാർട്ടികളാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. CPM, CPI, കേരള കോൺഗ്രസ് മാണി, NCP, INL, RJD, കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, NSJD, RSPL, കേരള കോൺഗ്രസ് എസ്, ഇത്രയും പേർ ചേരുന്നതാണ് LDF. ഇതിലെ 3 കക്ഷികൾക്ക് മാത്രമേ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളൂ. CPM-ന് 26 MLA-മാർ, CPI-ക്ക് 8 പേർ, RJD-ക്ക് 1 ഇത്രയും പേരാണ് നിയമസഭയിലേക്കുള്ളത്. ഈ 3 കക്ഷികൾ തമ്മിൽ ഇപ്പോൾ ഒരിക്കലും ചേരാത്ത വിധത്തിലുള്ള അന്തർഛിദ്രമാണ് ഉണ്ടായിരിക്കുന്നത്. LDF എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം തന്നെ തകർന്നിരിക്കുന്നു. അധികാരം കിട്ടാതെ ബാക്കി 11 പേരിലെ ബാക്കി ഇത്രയും പേർ പുറത്തു നിൽക്കുന്നു. അവർക്ക് സംഘടനാപരമായി ശക്തിയുള്ളവരാരും തന്നെയില്ല. എടുത്തു പറയത്തക്ക ഒരു സംഘടനാപരമായി എന്തെങ്കിലും ശക്തിയുള്ളത് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും UDF പാളയത്തിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അവരവിടെ നിന്ന് വന്നിട്ട് കഷ്ടിച്ച് ഏതാനും വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഒഴികെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും സംഘടനാപരമായി നിലനിൽപ്പില്ല. അവർ CPM-നെ ആശ്രയിച്ച് കഴിയുന്ന കക്ഷികളാണ്. അവർ അതുകൊണ്ട് തന്നെ CPM ശിഥിലമാകുന്നതിനൊപ്പം തന്നെ അവരും ശിഥിലമായി കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോഴത്തെ LDF-ലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു കാര്യത്തിലും ഒരു ഏകോപനം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ ഉപനേതാവാര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം CPI-ലും CPM-ലും രൂക്ഷമാവുകയാണ്. ഒരു കാരണവശാലും ഈ സ്ഥാനം CPI-ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് CPM-ഉം അത് കിട്ടിയേ അടങ്ങൂ എന്ന് CPI-യും നിലപാടെടുത്തതോടുകൂടി ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത CPM ഭിന്നതയാണ് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു RJD അംഗമാണുള്ളത്. RJD അംഗമാകട്ടെ കാഴ്ചക്കാരനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരംഗത്തിന് എന്ത് ചെയ്യാൻ കഴിയും? CPM-ഉം CPI-യും ഈ LDF-ന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള അകൽച്ചയിലേക്ക് മാറുന്നു. LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ CPI പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ CPM-ന്റെ നിഴലായി അവരുടെ ആട്ടും തുപ്പലുമേറ്റ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കഴിയുന്നത് എന്ന് CPI-യുടെ നേതൃനിര തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ CPM-ൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും എന്നേക്കുമായിട്ടുള്ള ഒരു അകൽച്ചയാണ് ഇപ്പോൾ. അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു അകൽച്ച ഉണ്ടാകുന്നത്. അവർ വിഴിഞ്ഞത്തെ അദാനിയുമായി ബന്ധപ്പെട്ട ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് സമരത്തിന് പോകുന്നു. അതുപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM-ൽ നിന്നും LDF-ലെ ഘടകകക്ഷിയിൽ നിന്നും മാറി CPI ഒറ്റയ്ക്ക് പോകുന്നു. അങ്ങനെ CPI തനിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതോടുകൂടി കൂടുതൽ ശൈഥില്യത്തിലേക്ക് LDF മാറിക്കൊണ്ടിരിക്കുന്നു. CPI ഒരുപക്ഷെ പ്രത്യേക ബ്ലോക്കായി നിയമസഭയിലേക്ക് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 8 പേരെ പ്രത്യേക ബ്ലോക്കായി അംഗീകരിക്കണം എന്നുള്ള തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് CPI-യുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം അഭിപ്രായം ഉയരുന്നത് CPI-യെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. CPI ഭിന്നത അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് പറയാൻ കഴിയും. CPM-നെ പോലെ തന്നെ CPI-യും നേരിടുന്നത് ആശയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. CPI പോലുള്ള ഒരു പാർട്ടിയിലേക്ക് പുതിയതായി വലിയ നേതൃനിരയൊന്നും തന്നെ വരുന്നില്ല. 2 പാർട്ടികളും സമാനമായ നേതൃനിരയിലെ ശൈഥില്യം നേരിടുന്നു. പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM-ൽ ആരാണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി ഉയരുന്നത്. ഇവിടെ ബിനോയ് വിശ്വത്തെ പോലുള്ള ഒരാൾക്ക് എത്രമാത്രം പാർട്ടിക്ക് അപ്പുറത്തേക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം CPI-യിൽ ശേഷിക്കുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് CPI-യിലും CPM-ലും 2 കമ്മ്യൂണിസ്റ്റ്
പാർട്ടികൾ എന്ന നിലയിൽ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉയരുന്നത്. ഇപ്പോഴത്തെ നേതൃനിര മാറിയാൽ ഒരു സെക്കൻഡ് ലെയർ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ CPIക്കും കഴിഞ്ഞിട്ടില്ല, CPMനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ നേതൃപരമായിട്ടുള്ള പാപ്പരത്വത്തെ സൂചിപ്പിക്കുന്നു. രണ്ട് പാർട്ടികളിലും ഇപ്പോഴത്തെ നേതാക്കൾ മാറിയാൽ, പിണറായി വിജയൻ മാറിയാൽ, ബിനോയ് വിശ്വം മാറിയാൽ അടുത്തത് ആരാണ്? ജനങ്ങളെ സ്വാധീനിക്കാൻ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ജനപ്രിയതയുള്ള അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ അംഗീകാരമുള്ള രണ്ടാമത്തെ നിര നേതാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ട് പാർട്ടിക്കും ഉത്തരമില്ല. അങ്ങനെ ആശയപരമായി CPMും CPIയും പാപ്പരത്വം നേരിടുന്നു. നേതൃപരമായി ഈ രണ്ട് പാർട്ടികളും പാപ്പരത്വം നേരിടുന്നു. ഈ രണ്ട് പാർട്ടികളെയും ആശ്രയിച്ച് നിൽക്കുന്ന LDFിലെ മറ്റ് ഘടകകക്ഷികൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ LDF എന്ന് പറയുന്ന സംവിധാനം തകർച്ചയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. CPMലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ വിശാല സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ കൂടുമെന്നാണ് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ച MA ബേബി പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ആ നേതൃനിരയെ മാറ്റിയിട്ട് പകരം ആര് എന്നുള്ള ചോദ്യം അവിടെ ശേഷിക്കുന്നു. MA ബേബിക്കടക്കമുള്ള അല്ലെങ്കിൽ പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ഈ ഒരു പവർ ഗ്രൂപ്പിന് എതിരായി പോരാടുന്നവ CPMന് ഉള്ളിലുള്ളവർക്ക് പോലും അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ആശയപരമായും നേതൃപരമായും സംഘടനാ തലത്തിലും ആശയപരമായും നേതൃതലത്തിലും വലിയ തോതിലെ പ്രതിസന്ധിയാണ് അവർ ഇന്ന് വരെ നേരിടാത്ത പ്രതിസന്ധിയാണ് കേരളത്തിൽ ഈ പറയുന്ന CPMും CPIയും നേരിടുന്നത്. ഇന്ത്യയിൽ ആകെ എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തിയുണ്ട് എന്ന് കരുതാൻ യാതൊരു തരത്തിലെ സാധ്യതയുമില്ല. അവരെ ഓരോ ദിവസം കഴിയുന്തോറും ഇവരുടെ ശക്തി ക്ഷയിച്ചു വരികയല്ലാതെ ശക്തി കൂടുകയല്ല ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആശയപരമായിട്ടുള്ള അവരുടെ പാപ്പരത്വമാണ്, സംഘടനാപരമായിട്ടുള്ള അവരുടെ പാപ്പരത്വമാണ്. പുതിയ തലമുറയെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഉള്ളവരെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശേഷിയും ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് CPIയും CPMും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒപ്പം തന്നെ അവരെ ആശ്രയിച്ച് കഴിയുന്ന ഈ ഘടകകക്ഷികൾക്കും സമാനമായ പ്രതിസന്ധിയാണുള്ളത്. അവർക്കും പ്രത്യേകിച്ച് ആശയമൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രങ്ങളൊന്നുമില്ലാത്ത പാർട്ടിയാണ് അവരെന്നുള്ളതും ഈ പറയുന്ന LDFിന്റെ തകർച്ചയ്ക്കുള്ള ആഘാതം കൂട്ടുന്ന ഒരു വസ്തുതയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.